ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ പ്രതികരിക്കുന്നവരെ അടിച്ചമർത്തുന്നതും അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും ശബ്ദമുയർത്തുന്നവരെ വേട്ടയാടുന്നതും ഇന്ന് മലയാളികൾക്ക് ഒരു പുത്തൻ അനുഭവമൊന്നുമല്ല. സ്വന്തം പ്രസ്ഥാനത്തിലെ തലതൊട്ടപ്പന്മാരെ പോലും ഈ കാരണവും പറഞ്ഞ് മൂലയിൽ ഇരുത്തിയവരാണല്ലോ ഇവർ. ഇപ്പോഴിതാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു പുതിയ വിവാദം വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന് തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെയാണ് സർക്കാർ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഡോക്ടറുടെ ഈ നീക്കം സർവീസ് ചട്ടലംഘനമാണെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കാണിച്ച് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഈ നോട്ടീസ് നൽകിയത്. ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പക്ഷേ ഡോക്ടർ ഹാരിസിനെതിരെ വലിയ നടപടികളൊന്നും ഉണ്ടാകില്ലെന്നാണ് സൂചന. ഒരു താക്കീതിൽ ഒതുക്കിയേക്കുമെന്ന് പറയുന്നു. തന്റെ ഭാഗം ന്യായീകരിച്ച് ഡോക്ടർ ഹാരിസും രംഗത്തെത്തി. താൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് ചട്ടലംഘനമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ താൻ മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം കള്ളമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഉപകരണങ്ങൾ ഇല്ലായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് താൻ ഈ പ്രശ്നം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തന്റെ നിലപാട് വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസ് അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് ഈ നടപടി കാരണമായെന്ന് വിമർശിച്ചു. നല്ല ആരോഗ്യ മേഖലയെ നമ്മൾ കോട്ടയത്ത് കണ്ടതാണ്. കേരളത്തെ താറടിച്ചു കാണിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ പുറത്തുവിട്ടാൽ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായി ചിത്രീകരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചിലരാണ് മെഡിക്കൽ കോളേജുകളെ ഇതിനായി ഉപയോഗിക്കുന്നതെന്നും മെഡിക്കൽ കോളേജുകളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അങ്ങനെ സത്യം പറഞ്ഞ ഡോക്ടർക്ക് താക്കീതും പ്രശ്നം തുറന്നു പറഞ്ഞ മാധ്യമങ്ങൾക്ക് വിമർശനവും ലഭിച്ച ഈ സംഭവത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയുടെ നല്ല കാര്യങ്ങൾ ആരും അറിയാതിരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം തുടരുകയാണ്. എന്തായാലും ഈ നല്ലതുകൊണ്ടാണ് നമ്മുടെ മുഖ്യൻ എപ്പോഴും അമേരിക്കയ്ക്ക് വിടുന്നത്? ഒരു സംശയമാണ്. ഇനിയും ഒരു ഡോക്ടർ ഇത്തരത്തിൽ സർക്കാരിനെ വിമർശിക്കാതിരിക്കാനുള്ള നല്ലൊരു പാഠം എന്തായാലും അദ്ദേഹം നൽകിയിട്ടുണ്ട്. നന്ദി.